വെടിക്കെട്ട് ദുരന്തം നടന്ന മുണ്ടത്തിക്കോട് ഇന്നും പരിശോധന തുടരും. കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ 4 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. അതേസമയം പൂരം നടത്താനുള്ള തീരുമാനമെടുത്ത പശ്ചാത്തലത്തിൽ തയ്യാറെടുപ്പുകൾക്ക് വേഗത കൂട്ടിയിട്ടുണ്ട്. നാളെ നടക്കുന്ന പൂരം വിളംബരത്തിൽ തിടമ്പേറ്റുന്ന എറണാകുളം ശിവകുമാറിന്റെ ഫിറ്റ്നസ് ഇന്ന് നടക്കും. പാറമേക്കാവ് ദേവസ്വത്തിന്റെ പടക്കം നിർമ്മാണശാലയിൽ പെസോ പരിശോധനയും നടക്കും. സോണൽ കൃഷ്ണ വിവരങ്ങൾ നൽകാനുണ്ട്. സോണൽ, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കുക? ഈ ചികിത്സയിലുള്ള ആളുകളുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി എന്താണ്? അതോടൊപ്പം പതിവ് പ്രൗഢി ഇല്ലെങ്കിൽ പോലും പൂരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 15 മിനിറ്റ് കുടമാറ്റം, പൂർണ്ണമായി തന്നെ വെടിക്കെട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുക്കങ്ങൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? പ്രധാനമായി പറയേണ്ടത് ഇന്ന് രാവിലെ മുതൽ തന്നെ കൃത്യമായി പരിശോധന നടത്തും. കാരണം ഇന്നുകൂടി പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്താൻ കാരണമായത് ഇന്നലെ വൈകിട്ടോടെ നടത്തിയ പരിശോധനയിൽ, അതായത് വെടിക്കോപ്പുകളെല്ലാം തന്നെ മറ്റൊരു സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി തിരിച്ചു വരുന്ന സമയത്താണ് ഒരു തലഭാഗം കണ്ടെത്തുന്ന, ഒരു ശരീരഭാഗം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അത് ഇന്നലെ തന്നെ തിരിച്ചറിയുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഗിരി എന്ന് പറയുന്ന വ്യക്തിയുടേതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ഇന്നലെ രാവിലെ മരണപ്പെട്ടതാണ്. ഉച്ച കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴേക്ക് അദ്ദേഹത്തെയും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉൾപ്പെടെ കഴിയുന്ന ഒരു സാഹചര്യം ഇന്നലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ആ പരിസര പ്രദേശങ്ങൾ, ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ കൃത്യമായി നടന്നുകൊണ്ട് ആ കടാവർ നായകളെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരാണ്. 10 പേരാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അതിൽ 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ലൈസൻസി ആയിട്ടുള്ള സതീഷ് എപ്പോഴും വെന്റിലേറ്ററിലാണ് എന്നുള്ള സങ്കടകരമായ വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ICUവിൽ കഴിയുന്ന വിഷ്ണുവിൻ്റെ നില അല്പം പുരോഗതിയുണ്ട്, നേരിയ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. മറ്റ് 6 പേരുടെ സ്ഥിതി തൃപ്തികരമാണ്. ഇന്നോ നാളെയോ അവർക്ക് ആശുപത്രി വിടാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്ത മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്നത്. എന്തായാലും DNA പരിശോധനയ്ക്കായിട്ട് ഇന്നലെ മിഞ്ഞാന്നും ആയിട്ട് അയച്ചിട്ടുള്ളത് 28 സാമ്പിളുകളും കാണാതായ ബന്ധുക്കളുടെ സാമ്പിളുകളുമാണ്. പിന്നീടും മൃതശരീരങ്ങൾ, ശരീരഭാഗങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് DNA യൂണിറ്റ്, അതായത് പരിശോധനയ്ക്കുള്ള DNA യൂണിറ്റിൻ്റെ മൊബൈൽ യൂണിറ്റ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കൊണ്ട് ആ പരിശോധന തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ ഉച്ചയോട് കൂടിയിട്ടാണ് മൊബൈൽ യൂണിറ്റ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും ജില്ലാ കളക്ടർ ഉൾപ്പെടെ വന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ആദ്യഘട്ടത്തിൽ അയച്ച റിസൾട്ടുകൾ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ ലഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 4 പേരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. ആ 4 പേരുടെ ശരീരഭാഗങ്ങൾ നമുക്ക് ലഭിച്ച ശരീരഭാഗങ്ങളിൽ ഉണ്ടോ എന്നുള്ളതാണ് ഇനി ഉറപ്പുവരുത്തേണ്ടത്. എന്തായാലും റിസൾട്ട് വരുന്നതോടുകൂടി അക്കാര്യത്തിലും ഒരു ഉറപ്പ് ലഭിക്കും. മറ്റൊന്ന്, തൃശ്ശൂരിൽ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. പ്രധാനമായി പറയേണ്ടത്, വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. കുടമാറ്റം 15 മിനിറ്റിലേക്ക് ചുരുക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആ പഴയ പ്രൗഢിയിൽ മഠത്തിൽ വരവും അതുപോലെ തന്നെ മറ്റ് എലിഞ്ഞിത്തറ മേളമൊക്കെ തന്നെ പഴയ പ്രൗഢിയിൽ നടത്തുമെന്നാണ് 2 ദിവസവും സംയുക്തമായി എടുത്ത തീരുമാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പാലക്കാട്ടെ സംബന്ധിച്ച്, അതായത് പാറമക്കാവിൻ്റെ ലൈസൻസി കൂടിയായിട്ടുള്ള പാലക്കാട് സ്വദേശിയുടെ വെടിക്കോപ്പ് നിർമ്മാണശാല ഇന്ന് കഴിഞ്ഞ ദിവസം സീസ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അവിടെ പെസോ ഉൾപ്പെടെയുള്ള സംഘം ഇന്നെത്തി പരിശോധന നടത്തുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. കയ്യിൽ കരുതാവുന്നതിൽ കൂടുതൽ വെടിക്കോപ്പുകളും മരുന്നുകളും സൂക്ഷിച്ചു എന്ന് കണ്ട് അയാൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പെസോയുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായി അക്കാര്യത്തിലൊക്കെ കൂടുതൽ വിശദീകരണം വരുക. എന്തായാലും പരിശോധന ഇന്ന് രാവിലെ തന്നെ അവിടെ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അന്തോ ശരി, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.